ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിനൊപ്പം LDF കൺവീനർ കൂടി ചേരുകയാണ്. തത്സമയം ദീപക്, PM ശ്രീയിൽ അനുനയ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് CPIM. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. മന്ത്രി GR അനിലിന്റെ സാന്നിധ്യത്തിലാണ് എന്തുകൊണ്ടിങ്ങനെ PM ശ്രീ പദ്ധതിയിൽ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഒപ്പുവെച്ചു എന്ന് വിശദീകരിച്ചത്. ഇപ്പോൾ LDF കൺവീനർ തന്നെ തത്സമയം ചേരുകയാണ് 24-നൊപ്പം. ദീപക് ധർമ്മടത്തിലേക്ക്. ഗൂഗിൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടന്നു കഴിഞ്ഞു. കാരണം ഇന്നലെ വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു CPM CPI തർക്കം എന്നുള്ള നിലയിൽ. അതിൽ ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എന്തു സർക്കാർ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരുന്നു. പക്ഷേ മഞ്ഞുരുകി തുടങ്ങി എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. TP, ഒരു പ്രചരണമുള്ളത് CPM CPI തർക്കം അതിരൂക്ഷമാണ്, എന്തു സർക്കാർ എന്നൊക്കെ ബിനോയ് വിശ്വം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ പ്രശ്നത്തിലാണോ CPI ഇടതുമുന്നണിയിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആ രീതിയിലുള്ള തർക്കങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ വ്യത്യാസം CPI ഉന്നയിക്കേണ്ടായി. അപ്പം കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ആവശ്യമായ കൂടിയാലോചന നടന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ വിഷയം. കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ആ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ തുടർ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യാമെന്നുള്ളത് ഞാൻ CPIയുടെ മുമ്പാകെയും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നത്തിലെടുത്ത നിലപാടിനെ കുറിച്ച് CPI വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭിന്നതയായി അതിനെ കണക്കാക്കേണ്ടതില്ല. പ്രശ്നം ഞങ്ങൾ ചർച്ച നടത്തി ന്യായമായ നിലപാടെടുത്ത് പ്രശ്നം പരിഹരിക്കും. അതാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. ഇതിൽ PM ശ്രീയിൽ ഒപ്പിടുന്നതിന് മുൻപ് മന്ത്രിസഭ മാറ്റിവെച്ചു, പിന്നെ എങ്ങനെ ഒപ്പിട്ടു എന്നുള്ളതാണ് CPIയുടെ ഒരു ചോദ്യം. അതൊരു ന്യായമായ ചോദ്യമാണോ? മറ്റൊന്ന്, CPI തെറ്റിദ്ധരിച്ചിട്ടാണോ ഇത്തരമൊരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകുന്നത്? അല്ല, അത് ഇതിൻ്റെ വിഷയത്തിൻ്റെ മെറിറ്റ് പരിശോധിച്ചെങ്കിലേ പറയാൻ സാധിക്കുള്ളൂ. ഒരു ഉന്നയിച്ച പ്രശ്നം എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ട് കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. ആ കൂടിയാലോചന നടത്താം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അതിൽ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. എല്ലാവർക്കും ഒരേ അവകാശമാണ് ഈ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ചില തർക്കങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഉന്നയിക്കപ്പെട്ട ആ തർക്കങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പരിശോധിക്കും. ഈ ഒപ്പിട്ട കരാറിൽ എന്തെല്ലാമാണ് വ്യവസ്ഥകൾ അത് പരിശോധിക്കും. വെറും ഈ PM ശ്രീ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഒപ്പിട്ട കരാറിൽ ഉണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായ ചർച്ച നടത്തി അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ യോജിപ്പോടുകൂടി കൂടുതൽ ശക്തിയായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. അത്തരം യോജിച്ച ശ്രമങ്ങളെയൊന്നും ഇത് ബാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPI ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സ്വാഭാവികമായിട്ടും കൂടിയാലോചിച്ച് ഒരു പൊതു നിലപാട് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ ഒപ്പിടുന്നതിന് മുൻപ് CPIMന്റെ സെക്രട്ടേറിയറ്റ് സാധാരണഗതിയിൽ ഭരണപരമായ എല്ലാ കാര്യവും ചർച്ച ചെയ്യും. ഒപ്പിടുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ലേ? ഇല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെല്ലാം ചർച്ച ചെയ്തെന്നില്ല ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ പറഞ്ഞു, കാരണം കേരളത്തിന് നിവൃത്തിയില്ല ഒപ്പിടാതിരിക്കാൻ. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി എടുത്ത നിലപാടിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് ആധികാരികമായി പറയേണ്ടത്. കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ SSKയുടെ പ്രവർത്തനം വലിയ തോതിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ SSKയുടെ പ്രവർത്തനം, SSKയിൽ പ്രവർത്തിക്കുന്ന ഒരു നിരവധി ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ ശമ്പളം അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കേരളത്തിന് അർഹമായിട്ട് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ പുരോഗതിയുടെ തുടർച്ചയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സ്ഥിതി കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. അതിനെങ്ങനെ പരിഹാരമുണ്ടാക്കും?
ആ നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ സമീപിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എന്തായാലും കരാർ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ, അതിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് നോക്കി കേരളത്തിന് ദോഷകരമായ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അത് നടപ്പിലാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിന് ദോഷകരമായ വ്യവസ്ഥയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ആ വ്യവസ്ഥകളാകെ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. പരിശോധിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് കൂട്ടായി ആലോചിച്ച് ഈ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം, ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് പോകാം. ഇന്ന് LDF മന്ത്രി നേരിട്ട് പോയി CPI സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്. അത് എന്തിന്റെ സൂചന? നല്ല കാര്യമല്ലേ? ഇവർ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരസ്പരം ആശയവിനിമയം നടത്തുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ. മന്ത്രി അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാനായിരിക്കും ചില സമയത്ത് പോയത്. മന്ത്രി പറഞ്ഞ കാര്യങ്ങളോട് അനുകൂലമായിട്ടാണ് ബിനോയ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിട്ടുള്ളത്. അതെല്ലാം നോക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ കൂടിയാലോചന പരിഹാരം കാണുന്ന നിലയിലേക്ക് പോകും. എപ്പോഴാണ് LDF യോഗം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം വെച്ച് കഴിഞ്ഞിട്ടില്ല, തീയതി നിശ്ചയിച്ചിട്ടില്ല. അതിൽ പങ്കെടുക്കേണ്ട എല്ലാവരും പ്രധാനപ്പെട്ടവർ തന്നെയാണ്. അതിൻ്റെ ഒരു പൊതു സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡേറ്റ് നിശ്ചയിക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. വളരെ കൃത്യമായി ഇടതുമുന്നണി കൺവീനർ പറയുന്നത് അടുത്ത LDF യോഗത്തിൽ ഈ വിഷയം പരിശോധിക്കും. കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാറിലെ വ്യവസ്ഥകൾ ഇടതുമുന്നണി പരിശോധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ നിർണായകമായ നിലപാട് എടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് സംസാരിക്കുന്നത് 24നോടാണ്. തീർച്ചയായും ദീപനിർവഹണമാണ് TP രാമകൃഷ്ണനൊപ്പം ചേർന്നത്. ഏതായാലും കരാറിൽ ഇനി എന്ത് ചർച്ച, ഒപ്പിട്ട കരാറിൽ എന്ത് ചർച്ച എന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.